സാഹചര്യങ്ങൾ മനസ്സിൻ്റെ താളം തെറ്റിച്ചപ്പോൾ ജൂലിയറ്റ് ഹൾമും പാവലിൻ റീപ്പറും കൊലപാതകികളായി മാറി. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികളാണ് 15ഉം 16ഉം വയസ്സ് പ്രായമുള്ള ജൂലിയറ്റ് ഹൾമും പാവലിൻ റീപ്പറും. 1938 ഇംഗ്ലണ്ടിൽ ജനിച്ച ജൂലിയറ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ന്യൂസിലൻഡിലേക്ക് താമസം മാറിയത്. പാവലിനാകട്ടെ ഒരു കുടുംബത്തിലെ 4 കുട്ടികളിൽ മൂന്നാമത്തേതും. കുട്ടിക്കാലത്ത് രോഗപീഠ ഏറെ അനുഭവിക്കേണ്ടി വന്നു പാവലിന്. സഹോദരങ്ങളും അതിൽ നിന്ന് മുക്തരായിരുന്നില്ല. അമ്മ ഹൊണോറോ റീപ്പർ വിവാഹിതയായി തന്നെ 25 വർഷം അവളുടെ അച്ഛനോടൊപ്പം താമസിക്കുന്നു. എന്തുകൊണ്ടും കലുഷിതമായ ഗ്രഹാന്തരീക്ഷമായിരുന്നു അവളുടേത്. ഈ 2 പെൺകുട്ടികളും കഴിയുന്നത്ര നേരം ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിച്ചിരുന്നു. ഇവർക്കിടയിൽ വളർന്നു വന്ന സൗഹൃദം വെറും കൂട്ടുകാരികളുടേത് മാത്രമായിരുന്നില്ല. ഒരു അസാധാരണ ബന്ധം വളർത്തിയ അവർ ജീവിതത്തിലും ഒന്നിച്ചു കഴിയാൻ തീരുമാനിച്ചു. ഇരുവരും കഥകളും കവിതകളും സെക്സും അക്രമവും നിറഞ്ഞ നോവലുകൾ എഴുതി. അങ്ങനെ ഏകഹൃദയവുമായി കഴിഞ്ഞിരുന്ന അവർ ഭാവിയിലും ഒരുമിച്ച് താമസിക്കണമെന്ന ഉദ്ദേശത്തോടെ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനായി പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ച അവർ ലൈംഗികതയെക്കുറിച്ച് അറിവ് നേടുന്നതിന് അസാൻമാർഗിക മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. ആ സമയത്താണ് പാവലിൻ്റെ പിതാവ് ഒരു പുരുഷനുമൊത്ത് അവളെ കണ്ടത്. അതുവരെ നിശബ്ദമായിരുന്ന അവരുടെ രഹസ്യങ്ങൾ അതോടെ പുറത്തു വന്നു. ഇരുവരുടെയും വീട്ടുകാർ അവർ തമ്മിലുള്ള അസുഖകരമായ ആ ബന്ധത്തിന് കടിഞ്ഞാണിടാൻ തീരുമാനിച്ചു. പാവലിൻ്റെ അമ്മയും ജൂലിയറ്റിൻ്റെ പിതാവ് ഡോക്ടർ ഹൾമും ഇതിനെപ്പറ്റി ചർച്ച നടത്തി. പൊതുവെ നാണം കുടുങ്ങിയായിരുന്ന ജൂലിയറ്റിൻ്റെ പാവലിനുമൊത്തുള്ള സൗഹൃദത്തെ ആദ്യമൊക്കെ അംഗീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹൾ. എന്നാൽ പിന്നീടത് തുടരുന്നതിനോട് യോജിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനാൽ ഇരുവരെയും അകറ്റുന്നതിന് ജൂലിയറ്റിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ പാവലിനും തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ജൂലിയറ്റ് വാശി പിടിച്ചു. അമ്മ അതിനെതിരായിരിക്കുമെന്ന് പാവലിനറിയാമായിരുന്നു. ഏതായാലും ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ തന്നെ ഇരുവരും തീരുമാനിച്ചു. 1954 ഏപ്രിലിൽ പാവലിന് എഴുതിയ ഡയറി കുറിപ്പുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അമ്മയെ കൊല്ലുക എന്നതായിരുന്നു അവർ അതിന് കണ്ടെത്തിയ പരിഹാരമാർഗം. അതിനായി ഇഷ്ടിക നിറച്ച സ്റ്റോക്കിങ്ങുകൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 1953 ജൂൺ 2 വിക്ടോറിയ പാർക്കിൽ ആ കൊല നടന്നു. വിക്ടോറിയ പാർക്കിൽ വിശ്രമിക്കുകയായിരുന്ന ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2 പെൺകുട്ടികൾ ഉറക്കെ അലമുറയിട്ടു. അമ്മയ്ക്ക് അപകടം പറ്റിയിരിക്കുന്നുവെന്നാണ് അവർ ജനങ്ങളെ ധരിപ്പിച്ചത്. ഇരുവരുടെയും വസ്ത്രത്തിൽ രക്തം തെറിച്ചു വീണതിൻ്റെ പാടുകളുമുണ്ടായിരുന്നു. ഓടിയെത്തിയ ജനങ്ങൾ ഒരു പഴയ പാലത്തിന് കീഴെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരമാണ് കണ്ടത്. ഉടൻ തന്നെ ആംബുലൻസും പോലീസും സ്ഥലത്തെത്തി വേണ്ടതൊക്കെ ചെയ്തെങ്കിലും ആ സ്ത്രീ മരിച്ചു കഴിഞ്ഞിരുന്നു. അവർ കിടന്നിരുന്ന സ്ഥലത്ത് അവരുടെ കാൽക്കലായി കീറിത്തുന്നി രക്തത്തിൽ കുതിർന്ന ഒരു സ്റ്റോക്കിങ്ങും രക്തത്തിൽ കുതിർന്ന ഇടിഞ്ഞു പൊടിഞ്ഞ ഇഷ്ടികയും കാണാമായിരുന്നു. ഇതൊരു അപകട മരണമായിട്ടാണ് പെൺകുട്ടികൾ അവതരിപ്പിച്ചെങ്കിലും കൊലപാതകമാണെന്നതിന് വ്യക്തമായ തെളിവുണ്ടായിരുന്നു. മോർച്ചറിയിൽ ശവശരീരം വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴും കണ്ട ചതവുകളും മുറിവുകളും അതുതന്നെ വ്യക്തമാക്കി. തലയിലേറ്റ ശക്തമായ അടിയാണ് അവരുടെ മരണത്തിനിടയാക്കിയത്. ഏതായാലും കുറ്റവാളികളെ കണ്ടെത്താൻ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല. പാവലിൻ ജൂലിയറ്റിനെ രക്ഷിക്കാനായി എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കാൻ തീരുമാനിച്ചെങ്കിലും പിടിയിലായ ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ ആസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിലെ സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു. ജൂലിയറ്റ് വിക്ടോറിയ പാർക്കിൽ വച്ച് പാവലിനും അമ്മയ്ക്കും മുന്നിൽ കൂടി നടക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു ചുവന്ന കല്ല് വഴിയിലിട്ടു. പിറകെ വരികയായിരുന്ന പാവലിൻ്റെ അമ്മ അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോൾ പാവലിൻ ഇഷ്ടിക നിറച്ച സ്റ്റോക്കിംഗ് കൊണ്ട് അവരുടെ തലയിൽ ആഞ്ഞടിച്ചു. ജൂലിയയും ഇതിൽ പങ്കുചേർന്നു. 45 മുറിവുകളാണ് അവരുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ഇഷ്ടിക പൊട്ടി സ്റ്റോക്കിങ്ങുകൾ കീറും വരെ അവർ അടി തുടർന്നിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഇരുവരും കുറ്റസമ്മതം നടത്തിയെങ്കിലും ഇരുവർക്കും ഒരു ഭാവഭേദമോ പശ്ചാത്താപമോ തോന്നിയിരുന്നില്ല. തങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ഇരുവർക്കും അറിയാമായിരുന്നു. പക്ഷേ നിയമമൊന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. തങ്ങൾ അതിനെല്ലാം അതീതരാണെന്ന ഭാവമായിരുന്നു അവരുടേത്. അതുകൊണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവർക്ക് നൽകുന്ന മാപ്പ് പോലും അവർക്ക് ലഭിച്ചതുമില്ല. പക്ഷേ സാഹചര്യങ്ങൾ വഴിതെറ്റിച്ച ഈ പെൺകുട്ടികളെ കഴിമരത്തിലേക്ക് നയിക്കാനും കോടതി ആഗ്രഹിച്ചില്ല. 1958 ഇരുവർക്കും ദയാപുരസ്സരം മാപ്പ് നൽകി വെറുതെ വിടുകയായിരുന്നു.